ഡോക്ടർ ജോസഫ് ആന്റണി വിദേശകാര്യ വിദഗ്ധൻ കൂടി നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ ജോസഫ് ആന്റണി, നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു മിലിറ്ററി ആക്ഷൻ വൈകുന്നുവെന്ന് ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ പഴുതടച്ചുള്ള നീക്കത്തിനാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത് എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട അവർ നൽകുന്ന വിശദീകരണം. ബങ്കറുകൾ തയ്യാറാണ്. നോക്കൂ, റഷ്യൻ മിസൈലുകൾ, ഇഗ്ലു മിസൈലുകൾ ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞു. അതാണെങ്കിൽ പാകിസ്ഥാന്റെ ഏതൊരു നീക്കത്തെയും ഈ ഇഗ്ല-S മിസൈൽ ഉപയോഗിച്ച് നമുക്ക് പ്രതിരോധിക്കാം. ഇന്ന് എയർഷിപ്പ് പ്ലാറ്റ്ഫോം മധ്യപ്രദേശിലെ ഷ്യൂർപൂരിൽ നിന്ന് ലോഞ്ച് ചെയ്തു. നമ്മുടെ ഭൂമിയിൽ നിന്നുള്ള നിരീക്ഷണം കുറച്ചുകൂടി ശക്തമാക്കിയിട്ടുണ്ട്, സർവൈലൻസ് ശക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ പടിപടിയായിട്ട് കാര്യങ്ങൾ ചെയ്തു വരികയാണ്. ധൃതി വേണ്ടതില്ല. അങ്ങനെ തന്നെയല്ലേ അങ്ങയുടെയും നിലപാട്? നമ്മൾ 2016-ലും 2019-ലും ഉണ്ടായ രണ്ട് ആക്രമണങ്ങൾ, ഉറി ആക്രമണവും പുൽവാമ ആക്രമണവും, നമ്മൾ അതിന് രണ്ടിനും തിരിച്ചടി കൊടുത്തപ്പോൾ നമ്മൾ കരുതിയത് ഇനി അത്തരം ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്നാണ്. എന്നാൽ നമുക്കറിയാം 2025-ൽ വീണ്ടും അതിനിഷ്ഠൂരമായ തരത്തിൽ പാകിസ്ഥാൻ ഭീകരർ നമ്മുടെ ജനങ്ങളെ, നിരപരാധികളായ വിനോദസഞ്ചാരികളെ വധിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിന് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ലക്ഷ്യം ഞാൻ മനസ്സിലാക്കുന്നത്, ഇനി ഇത്തരം ആക്രമണങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഭീകരരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നൊരു ലക്ഷ്യം നമ്മുടെ ഭരണകൂടത്തിനുണ്ട് എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനനുസൃതമായ തരത്തിലുള്ള ഒരു തിരിച്ചടി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ഈ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഒരു ഭരണകൂടത്തിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. നമുക്കറിയാം 2016-ൽ ഉറി ആക്രമണം ഉണ്ടാകുന്നത് സെപ്റ്റംബർ മാസം 18-ാം തീയതിയാണ്. നമ്മൾ തിരിച്ചടിച്ചത്, അതായത് സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നത് സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ്, 10 ദിവസത്തിന് ശേഷമാണ്. എന്നാൽ 2019 പുൽവാമ ആക്രമണം നടക്കുന്നത് ഫെബ്രുവരി 14-നാണ്. അതിന് നമ്മൾ ബാലക്കോട്ടിൽ ആക്രമണം നടത്തുന്നത് ഫെബ്രുവരി 26-നാണ്, 12 ദിവസത്തിന് ശേഷമാണ്. ഇന്നിപ്പോൾ 12-ാമത്തെ ദിവസം ആകുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി സമയമെടുക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ കുറച്ചുകൂടി ഗൗരവമായ, കുറച്ചുകൂടി തീക്ഷ്ണമായ തിരിച്ചടി ഈ ആക്രമണം നടത്തിയവർക്കെല്ലാം നൽകാൻ. അതുകൊണ്ടാണല്ലോ നമ്മൾ നേരത്തെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ലാത്ത തരത്തിലാണ്, താങ്കൾ സൂചിപ്പിച്ച പോലെ മധുബനിയിൽ ആക്രമണം നടന്നതിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലും അതിനുശേഷം മൻ കി ബാത്തിലും അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിന് തിരിച്ചടി നൽകും. തിരിച്ചടി നൽകുന്ന നടത്തിയവർക്ക് മാത്രമല്ല, ഇതിനെ പിന്തുണയ്ക്കുന്നവർക്ക് കൂടി നൽകും എന്ന് മാത്രമല്ല, അവർ ലോകത്തിൻ്റെ ഏത് അറ്റത്ത് പോയാലും അവരെ തെരഞ്ഞുപിടിച്ച് ഞങ്ങൾ പ്രഹരം നൽകും എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അർത്ഥം 2-3 ഉദ്ദേശങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാരണക്കാരായിട്ടുള്ള ആളുകളെ നമ്മൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കും, അതിന് പിന്തുണ നൽകിയവരെ ആക്രമിക്കും എന്ന് മാത്രമല്ല, മറ്റൊരു ആക്രമണം ഇനി ഉണ്ടാകുന്നതിന് മുമ്പ് ഇപ്പോൾ ആക്രമിച്ചവരും അതിന് പിന്നണിയിൽ നിന്ന ആളുകളും ഒന്നുകൂടി ആലോചിച്ചതിന് ശേഷം മാത്രമേ ആക്രമിക്കാൻ തയ്യാറാകൂ എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഈ നമ്മുടെ തീരുമാനത്തിന് വേണ്ടി അതിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കി കഴിയുന്നത്. നമ്മുടെ മന്ത്രിസഭാ സുരക്ഷാ സമിതി കൂടുന്നു. മന്ത്രിസഭാ സുരക്ഷാ സമിതിക്ക് കൂടിയതിനു ശേഷം നമ്മുടെ സേനാധിപന്മാരും നമ്മുടെ സുരക്ഷാകാര്യ ഉപദേഷ്ടാക്കളും എല്ലാം കൂടെ ചേർന്ന് നടത്തുന്നു. അതിൽ പറയുന്നു, സേനയ്ക്ക് എപ്പോൾ, എങ്ങനെ, എവിടെ ആക്രമണം നടത്താനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് ഇക്കാര്യത്തിൽ സേനയ്ക്ക് നടത്താം. അതായത് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അതിൻ്റെ കാര്യങ്ങളും ലക്ഷ്യങ്ങളും അവർക്ക് നൽകിക്കഴിഞ്ഞു, ബാക്കിയുള്ളത് അവരാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ്, അരുൺ സൂചിപ്പിച്ചതുപോലെ നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ, ഒരു യുദ്ധം, അതായത് നമ്മളൊരു നേരത്തെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുമ്പോൾ ഒരു പക്ഷേ ആ രാജ്യം തിരിച്ചടിക്കില്ല. ഒരുപക്ഷെ ബാലക്കോട്ടിലെ കയറി ഭീകരന്മാരുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കുമ്പോൾ തിരിച്ചടിക്കില്ല. നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരു പക്ഷേ ലഷ്കർ എ തൈബയുടെ ഉൾപ്പെടെയുള്ള നേതാക്കൾ താമസിക്കുന്ന മേഖലകളിൽ കയറി വരെ ആക്രമണം നടത്തിയേക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും, അതായത് പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് കടന്നു കയറി നമ്മളൊരു ആക്രമണം നടത്തിയാൽ തീർച്ചയായും ആ രാജ്യം തിരിച്ചടിക്കുന്നൊരവസ്ഥ ഉണ്ടാകും. ആ തിരിച്ചടിക്കുന്ന അവസ്ഥ ഒരു യുദ്ധത്തിലേക്ക് പോകും. അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ, അങ്ങനെ ഒരു യുദ്ധം നേരിടാനുള്ള തയ്യാറെടുപ്പോട് കൂടി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ സമയം എടുക്കുന്നത്, നമ്മളൊരു യുദ്ധത്തിന് ഇറങ്ങിയാൽ നമ്മൾ പറയും, നിങ്ങളുടെ ശത്രുവിനെ കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ യുദ്ധം പരാജയപ്പെടും എന്ന് പറയുന്ന പോലെ, പാകിസ്ഥാൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു അസിമെട്രിക് വാർ തന്നെയായിരിക്കും എപ്പോഴും ഉണ്ടാവുക. നമ്മുടെ കരസേനയാവട്ടെ, നമ്മുടെ വായുസേനയാവട്ടെ, നമ്മുടെ നാവികസേനയാവട്ടെ, എല്ലാ തരത്തിലും പാകിസ്ഥാനേക്കാൾ മുന്നിലാണ്. എങ്കിലും പാകിസ്ഥാൻ സേന എന്ന് പറയുന്നത് ഒരു ബാറ്റിൽ ഹാർഡൻഡ് ആർമിയാണ്. അതായത് യുദ്ധങ്ങൾ നടത്തി, ആക്രമണങ്ങൾ നടത്തി, നല്ല പരിശീലനവും നല്ല സജീവവുമായി നിൽക്കുന്ന ഒരു സേനയാണവർ.
അപ്പോൾ അങ്ങനെയുള്ള ഒരു സേന ആയിട്ട് നമ്മൾ ആക്രമണം നടത്തുമ്പോൾ ആ ആക്രമണത്തിന്റെ മേഖലയിൽ നമുക്ക് എങ്ങനെ അവരായിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനം. അതായത് അപ്പോൾ ഒരു അതിനുള്ള കരയുദ്ധമായി ഇത് മുന്നൊരുക്കങ്ങൾ, അതിനുള്ള പരിണമിച്ചാൽ പോലും തന്ത്രപരമായ പിടിച്ചു നിൽക്കാൻ നീക്കങ്ങൾ കഴിയുന്ന സർവ്വ സന്നാഹവും ഒരുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ബങ്കറുകൾ ഒരുക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഷ്യൻ നിർമ്മിത മിസൈലുകൾ വാങ്ങുന്നു, കൂടുതൽ യുദ്ധോപകരണങ്ങൾ നമ്മൾ സമാഹരിക്കുന്നു. Debate with Dr. Arun Kumar.